Hi everyone, welcome to the online course Statistics for Data Science. എൻ്റെ പേര് പവിത്ര. ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാര്യവട്ടം ക്യാമ്പസിലെ MSc ഡാറ്റാ സയൻസ് വിദ്യാർത്ഥിനിയാണ്. നമ്മുടെ ഓൺലൈൻ കോഴ്സായ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഡാറ്റാ സയൻസിലെ 8ാമത്തെ ദിവസമായി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സം ഇമ്പോർട്ടൻറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. ഡിസ്ട്രിബ്യൂഷൻസ് ഇന്ന് നമ്മളിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നില്ല, പകരം ഡിസ്ട്രിബ്യൂഷൻസും അതിൻ്റെ ടൈപ്സും ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കിപ്പോവാം. ആദ്യം തന്നെ വേറൊരു കാര്യം പറയട്ടെ, ഞാൻ ഇതിനു മുന്നേ ചെയ്ത റാൻഡം വേരിയബിൾസിൻ്റെയും പ്രോബബിലിറ്റിയുടെയൊക്കെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അത് കണ്ടിട്ട് ഇത് കാണാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ പോർഷൻ കുറച്ച് ടഫായിട്ട് തോന്നും. സോ അത് കണ്ടിട്ട് ഇതൊന്ന് കാണാൻ ശ്രമിക്കുക. നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കാം. എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഡിസ്ട്രിബ്യൂഷൻ എന്നല്ലേ. പക്ഷേ എന്താണ് ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ? ഒരു റാൻഡം ഫിനോമിന എടുക്കുമ്പോൾ ആ റാൻഡം ഫിനോമിനയെ അതിൻ്റെ സാമ്പിൾ സ്പേസും പിന്നെ അതിൻ്റെ പ്രോബബിലിറ്റിയൊക്കെ വെച്ചും കൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മാത്തമെറ്റിക്കൽ ഡിസ്ക്രിപ്ഷനെ വിളിക്കുന്ന പേരാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അല്ലെങ്കിൽ ഒരു റാൻഡം വേരിയബിൾ എടുക്കുമ്പോൾ ആ റാൻഡം വേരിയബിളിൻ്റെ പോസിബിൾ വാല്യൂസും പിന്നെ അതിൻ്റെ ലൈക്ലിഹുഡ്, അതായത് അതിൻ്റെ പ്രോബബിലിറ്റിയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ദെൻ ഒരു ഡാറ്റാ സെറ്റിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഡാറ്റയെ ഷേപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിലൂടെ നമുക്ക് ആ ഡാറ്റാ സെറ്റിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രഡിക്ഷൻസും കൺക്ലൂഷൻസും ഒക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ഡാറ്റാ സെറ്റിൻ്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ തിരിച്ചും ഒരു ഡാറ്റാ സെറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനൊക്കെ അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ സാധിക്കും. ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു റാൻഡം വേരിയബിളിൻ്റെ കംപ്ലീറ്റ് ബിഹേവിയറിനെയും ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. അത് കാരണം നമുക്ക് റാൻഡം വേരിയബിളിൻ്റെ ഏത് ക്യാരക്ടറിസ്റ്റിക്സ് വേണേലും ആ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ സാധിക്കും. ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻസ് ഇന്നേവരെ ലോകത്ത് ഡിറൈവ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇപ്പോഴും ഓരോരുത്തരും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു നോൺ എൻഡിങ് പ്രോസസ്സാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് റാൻഡം വേരിയബിളിൻ്റെ ലൈക്ലിഹുഡ് തരുന്ന ഒരു ഫംഗ്ഷൻ ആണെന്ന്. സോ ആ പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്യാൻ വേണ്ടി എല്ലാ ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ ബേസിസിൽ ഓരോ PDF അല്ലെങ്കിൽ PMF, അതായത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഉണ്ട്. നമുക്കൊരു സിമ്പിളായിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. നമ്മളിവിടെ പറയുന്ന എക്സ്പെരിമെൻറ്റ് ഒരേ സമയം 2 കോയിൻ ടോസ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റാണ്. അവിടെ നമ്മളൊരു റാൻഡം വേരിയബിൾ എക്സ് ഡിഫൈൻ ചെയ്യുകയാണ്. എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ 2 കോയിനും ടോസ് ചെയ്യുമ്പോൾ അവിടെ ഒബ്റ്റെയിൻ ചെയ്ത നമ്പർ ഓഫ് ഹെഡ്സ് എത്രയാണെന്നുള്ളതാണ്. സോ റാൻഡം വേരിയബിൾസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മുടെ ഈ എക്സ്പെരിമെൻറ്റിൽ റാൻഡം വേരിയബിൾ എക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമുക്ക് കാണാം, ഇറ്റ് ഈസ് എ ടേബിൾ. ടേബിളിൻ്റെ രൂപത്തിലാണ് അല്ലേ. ആ ടേബിളിൽ എക്സിൻ്റെ പോസിബിൾ ഔട്ട്കംസും പിന്നെ അതിൻ്റെ ലൈക്ലിഹുഡ് പ്രോബബിലിറ്റിയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് എക്സിൻ്റെ പോസിബിൾ ഔട്ട്കംസും ലൈക്ലിഹുഡും തരുന്ന ഒരു ടേബിൾ. ആദ്യത്തെ കോളത്തിൽ എക്സും ദെൻ അതിൻ്റെ പ്രോബബിലിറ്റി P(x) രണ്ടാമത്തെ കോളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എക്സിൻ്റെ പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് 0, 1, 2, ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി 0.25, 0.50, 0.25 എന്നിങ്ങനെ വാല്യൂസാണ് നമുക്ക് ഈ ടേബിളിൽ കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ഡിസ്ക്രിപ്ഷനെ വിളിക്കുന്ന പേരാണ് ഡിസ്ട്രിബ്യൂഷൻ. ഹൗ ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലെങ്കിൽ ഹൗ ഇറ്റ് ഈസ് ബിഹേവിങ് എന്ന് കാണിക്കുന്ന ഒരു ടേബിൾ. റിയൽ ലൈഫ് ഈവൻസും റിയൽ ലൈഫ് എക്സ്പെരിമെൻസും ഒക്കെ മോഡൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഡിസ്ട്രിബ്യൂഷൻസ് യൂസ് ചെയ്യുന്നത്. അതാണ് ഈ ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിലും ഒരുപാട് ആപ്ലിക്കേഷൻസും യൂസസും ഉണ്ട്. ദെൻ നമുക്കിനി ടൈപ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ഡിസ്ട്രിബ്യൂഷൻ 2 ടൈപ്പാണുള്ളത്. ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും കണ്ടിന്യൂസ് റാൻഡം വേരിയബിളും നോക്കിയായിരുന്നു. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷനെ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നും കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷനെ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നും വിളിക്കാറുണ്ട്. 2 ഡിസ്ട്രിബ്യൂഷനും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻസ് ഉള്ളതുമായിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനാണ് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നമുക്കിനി ഓരോ ഡിസ്ട്രിബ്യൂഷനായിട്ട് നോക്കാം. ആദ്യം തന്നെ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലെ ബെർണൂളി ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് നോക്കാം നമുക്ക്.
രണ്ട് ഔട്ട്കം മാത്രം പോസിബിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ് നമുക്ക് എടുക്കാം. അതിൻ്റെ രണ്ട് ഔട്ട്കം എന്ന് പറയുന്നത് സക്സസും പിന്നെ ഒന്ന് ഫെയിലിയറുമാണ്. ദെൻ പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് പിയും പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത് ക്യൂ ആണ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ നമ്മൾ ഒറ്റ ട്രയലിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. അങ്ങനെ ഒരു ട്രയലിനെ വിളിക്കുന്ന പേരാണ് ബെർണൂളി ട്രയൽ. അവിടെ നമ്മൾ റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു എക്സ് വന്നിട്ട് എക്സ്പെരിമെൻറ്റിൽ സക്സസ് ഒക്കർ ചെയ്യുമ്പോൾ 1 എന്നും എക്സ്പെരിമെൻറ്റിൽ ഫെയിലിയർ ഒക്കർ ചെയ്യുമ്പോൾ 0 എന്ന വാല്യൂ അസ്യൂം ചെയ്യുന്നുണ്ട്. ദെൻ ആ റാൻഡം വേരിയബിൾ എക്സ് ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷനെ വിളിക്കുന്ന പേരാണ് ബെർണൂളി ഡിസ്ട്രിബ്യൂഷൻ. ബെർണൂളി ഡിസ്ട്രിബ്യൂഷൻ്റെ PMF എന്ന് നമുക്ക് നോക്കാം. അതായത് ഇത് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആയത് കാരണം ഇതിന് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനാണ്. നമുക്കപ്പോൾ അതിൻ്റെ PMF എന്ന് നോക്കാം. അതിൻ്റെ PMF ബെർണൂളി ഡിസ്ട്രിബ്യൂഷൻ്റെ PMF എന്ന് പറയുന്നത് f(x) is equal to p raised to x into 1 minus p the whole raised to 1 minus x if x is equal to 0, 1. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എക്സിൻ്റെ പോസിബിൾ വാല്യൂസ് എന്ന് പറയുന്നത് 0ഉം 1ഉം മാത്രമാണ്. അത് ആ രണ്ട് വാല്യൂസ് മാത്രമേ എടുക്കൂ. സോ എക്സ് 0ഉം 1ഉം ആകുമ്പോഴുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് p raised to x into 1 minus p the whole raised to 1 minus x. അതായത് p എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ്. ദെൻ എക്സ് നമ്മുടെ റാൻഡം വേരിയബിൾ. ദെൻ ഇതിൽ നമ്പർ ഓഫ് ട്രയൽസ് 1 ആണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം അവിടെ 1 minus x ആയി. ഈ എക്സിൻ്റെ വാല്യൂ 0ഉം 1ഉം അല്ലാതെ പുറത്ത് വേറെ ഏതെങ്കിലും വാല്യൂ ആകുമ്പോൾ അവിടുത്തെ പ്രോബബിലിറ്റി വാല്യൂ എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോബബിലിറ്റി then which is equal to x is equal to 1 ആകുമ്പോഴുള്ള പ്രോബബിലിറ്റി പിയും x is equal to 0 ആകുമ്പോഴുള്ള പ്രോബബിലിറ്റി 1 minus പിയും ആണ്. ഇതാണ് ബെർണൂളി ഡിസ്ട്രിബ്യൂഷൻ. ഈ 1 minus p നമുക്ക് ക്യൂ എന്ന് വിളിക്കാം. സോ അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് p raised to x into q raised to 1 minus x എന്ന് മാറും. നമ്മളിപ്പോൾ ഇവിടെ ബെർണൂളി ട്രയൽ നോക്കിയല്ലോ. അവിടെ ഒറ്റ ട്രയൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ട്രയൽസ് n എന്ന് പറയുന്നത് 1 ആണ്. പകരം n ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലോ, അതായത് നമ്പർ ഓഫ് ട്രയൽസ് കൂടുതലാണെങ്കിലോ, സോ അവിടുത്തെ റാൻഡം വേരിയബിൾ എക്സ് ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷനെ വിളിക്കുന്ന പേരാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഇതിൻ്റെ PMFന് ബൈനോമിയൽ എക്സ്പാൻഷനുമായിട്ട് സിമിലാരിറ്റി ഉള്ളത് കാരണമാണ് ഇതിനെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇവിടെയും രണ്ട് ഔട്ട്കമേ ഉള്ളൂ, പോസിബിളായിട്ടുള്ളൂ, സക്സസും ഫെയിലിയറും. പക്ഷേ എക്സിൻ്റെ വാല്യൂ മാറുന്നുണ്ട്, വേരി ചെയ്യുന്നുണ്ട്. അതിന് കാരണം എക്സ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് സക്സസസ് ആണ്, നമ്പർ ഓഫ് സക്സസസ് ഇൻ ട്രയൽസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് കാരണം എക്സിൻ്റെ വാല്യൂ 0, 1, 2 എക്സെട്ര അപ് ടു n വരെ വേരി ചെയ്യുന്നുണ്ട്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രയൽസ് ആണ്. സോ അതിൻ്റെ PMF നമുക്ക് നോക്കാം. അതിൻ്റെ PMF എന്ന് പറയുന്നത് f(x) is equal to NCX p raised to x into 1 minus p the whole raised to n minus x. അതായത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്പർ ഓഫ് ട്രയൽസ് n എന്ന ഫാക്ടറിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൂടെ നമുക്ക് ആ PMFനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് NCX. ദെൻ അതുപോലെ തന്നെ 1 minus p the whole raised to n minus x എന്ന ഫാക്ടറിയുടെ. സോ ഇവിടെ ബെർണൂളി ഡിസ്ട്രിബ്യൂഷനും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ്. ആ എന്നിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൂടെ ബൈനോമിയലിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എക്സിൻ്റെ വാല്യൂ 0, 1, 2 എക്സെട്ര അപ് ടു n വരെ വേരി ചെയ്യുന്നുണ്ട്. ഈ എക്സിൻ്റെ വാല്യൂ ഇതിന് പുറത്ത് വേറെ ഏത് വാല്യൂ ആണെങ്കിലും എക്സിൻ്റെ വാല്യൂ 0, 1, 2 എക്സെട്ര അപ് ടു n അല്ലാതെ വേറെ ഏത് വാല്യൂ എടുത്താലും അവിടുത്തെ പ്രോബബിലിറ്റി വാല്യൂ 0 ആയിട്ട് മാറും. സോ നമുക്കിവിടെ രണ്ട് പാരാമീറ്റർ കാണാൻ സാധിക്കുന്നുണ്ട്, എന്നും പിയും. n എന്ന് പറയുന്ന നമ്പർ ഓഫ് ട്രയൽസും ദെൻ p എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസും. ഇനി നമുക്ക് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കാം. നമുക്കതൊരു എക്സാമ്പിളിലൂടെ നോക്കാം. നമുക്കൊരു ടെലിഫോൺ എക്സ്ചേഞ്ച് ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. ആ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ ഒരു യൂണിറ്റ് ടൈം, ഫോർ എക്സാമ്പിൾ 1 hour 2 hour അങ്ങനെ ഏതെങ്കിലും ഒരു യൂണിറ്റ് ടൈം, ആ യൂണിറ്റ് ടൈമിൽ അവിടെ റിസീവ് ആവുന്ന നമ്പർ ഓഫ് കോൾസ് എത്രയാണെന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. അതായത് അവിടുത്തെ റാൻഡം വേരിയബിൾ എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോൾസ് റിസീവ്ഡ് ഡ്യൂറിങ് ദിസ് യൂണിറ്റ് ടൈം, അതാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനത്തെ എക്സാമ്പിൾസിൽ അവിടുത്തെ റാൻഡം വേരിയബിൾ എക്സ് ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ്റെ പേരാണ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ. നമുക്കതിൻ്റെ PMF നോക്കാം. പോസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ PMF എന്ന് പറയുന്നത് p of x is equal to e raised to minus lambda raised to x divided by x factorial for x is equal to 0, 1, 2 etc. up to infinity വരെ. ഇവിടെ ഒരു ലിമിറ്റ് ഇല്ല, എക്സിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി വരെ വേരി ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഏത് വാല്യൂ ഇൻഫിനിറ്റി വരെയുള്ള ഏത് വാല്യൂ വേണോ അസ്യൂം ചെയ്യും, ഡിസ്ക്രീറ്റ് തന്നെയാണ്.
ഇവിടുത്തെ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ലാംഡയാണ്. അതായത് പോസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റർ ലാംഡ തന്നെയാണ് അതിൻ്റെ മീനും വേരിയൻസ്. അതായത് പോസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും വേരിയൻസും ഈക്വലാണ്. നമുക്കിനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം പോസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗിവൺ ഇൻ്റർവെല്ലിലെ നമ്പർ ഓഫ് ഈവൻസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂഷനാണ് പോസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന്. ഇനി നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് നോക്കിയാൽ നമുക്ക് കാണാം. ഒരു പർട്ടിക്കുലർ സിറ്റി എടുക്കുമ്പോൾ ആ സിറ്റിയിൽ നടന്ന നമ്പർ ഓഫ് സൂയിസൈഡ്സിൻ്റെ ലിസ്റ്റ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സൂയിസൈഡ്സിൻ്റെ എണ്ണം. ദെൻ ഒരു പാക്ക് ഓഫ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അതിനകത്ത് ഡിഫക്റ്റീവ് പ്രോഡക്ട്സ്. ഇവിടെ കാണിച്ചേക്കുന്ന ഒരു 100 നമ്പറുള്ള ഒരു പാക്ക് ഓഫ് ബ്ലൈഡിന് ഉണ്ടാകുന്ന 40 ബ്ലൈഡ്സിൻ്റെ നമ്പർ. അല്ലെങ്കിൽ ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക് അതുപോലത്തെ ഡിസീസ് കാരണം ഉണ്ടാകുന്ന നമ്പർ ഓഫ് ഡെത്ത്സ്. ഈ കേസസിലൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ്റെ പേരാണ് പോസൺ ഡിസ്ട്രിബ്യൂഷൻ. ദെൻ പോസൺ ഡിസ്ട്രിബ്യൂഷനെ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ലിമിറ്റിംഗ് കേസായിട്ടും ഡിറൈവ് ചെയ്തെടുക്കാം. അതായത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലെ ഇൻഫിനിറ്റിയിലോട്ട് ടെൻഡ് ചെയ്യുമ്പോൾ ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ പ്ലസ് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പി വാല്യൂ, പ്രോബബിലിറ്റി വാല്യൂ ഇൻഡെഫിനിറ്റ്ലി സ്മോൾ ആകുമ്പോൾ, അതായത് അതിൻ്റെ പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് എന്നിൻ്റെയും പിയുടെയും പ്രോഡക്റ്റ് എന്ന് പറയുന്നത് n ഇൻറ്റു പി വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് വാല്യൂ ആകുമ്പോൾ ആ കേസിൽ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രോബബിലിറ്റിയാണ് ഡിസ്ട്രിബ്യൂഷനാണ് പോസൺ ഡിസ്ട്രിബ്യൂഷൻ. അതുകൂടാതെ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് ഈവൻസ് ആയിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ഇൻഡിപെൻഡൻറ്റ് ഈവൻസിനെ വിളിക്കുന്ന പേരാണ് പോസൺ പ്രോസസ്. ഇനി നമുക്ക് വേറെ കുറച്ച് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഞാനിന്നിവിടെ ഇതിൻ്റെ പേര് മാത്രം മെൻഷൻ ചെയ്യുന്നുള്ളൂ, ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. സോ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ, ഹൈപ്പർ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ, മൾട്ടിനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഇതൊക്കെ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന് കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇനി നമുക്ക് കുറച്ച് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻസ് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെ നമുക്ക് ആദ്യം നോക്കാം. നമ്മുടെ ഡെയിലി ലൈഫിൽ, അതായത് നോർമൽ ലൈഫിലെ മോസ്റ്റ് ഓഫ് ദ സിറ്റുവേഷൻസ് ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷനാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അതുകൊണ്ടാണ് അതിന് അങ്ങനെ തന്നെ പേരിട്ടതും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന്. പിന്നെ അതിനെ ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കാറുണ്ട്. ഈ ഡിസ്ട്രിബ്യൂഷന് ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു പ്രോപ്പർട്ടിയാണ് അതിൻ്റെ മീഡിയൻ മോഡ് മൂന്നും ഈക്വൽ ആണെന്നുള്ള പ്രോപ്പർട്ടി. then നമുക്കിനി അതിൻ്റെ PDF ഒന്ന് നോക്കാം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF എന്ന് പറയുന്നത് f(x) is equal to 1/√2 pi sigma e raised to minus 1/2 x minus mu divided by sigma the whole square, where minus infinity less than x less than infinity. എക്സിൻ്റെ വാല്യൂ -∞ മുതൽ ഇൻഫിനിറ്റി വരെ വേരി ചെയ്യും. ഇവിടെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആയത് കാരണം അത് -∞ മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏത് വാല്യൂ വേണമെങ്കിലും അസ്യൂം ചെയ്യും. ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് അത് അസ്യൂം ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ PDF നോക്കുമ്പോഴത്തേനും ഇവിടെ PDF ആണ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആയത് കാരണം ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ തന്നെയാണ്, PDF തന്നെയാണ്. ഇതിൻ്റെ PDF നമ്മളിവിടെ നോക്കുമ്പോൾ 1/√2 pi സിഗ്മ 1/√2 pi എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ്, ദെൻ സിഗ്മ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ദെൻ e raised to minus 1/2 എക്സ് റാൻഡം വേരിയബിൾ മൈനസ് മ്യൂ എന്ന് പറയുന്നത് മീനാണ്, ദെൻ എക്സ് മൈനസ് മ്യൂ ഡിവൈഡ് ബൈ സിഗ്മ ദി ഹോൾ സ്ക്വയർ. ഇതിൻ്റെ വേറൊരു സ്പെഷ്യൽ കേസ് ഉണ്ട്. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ആകുമ്പോഴും മ്യൂ 0 ആകുന്ന ഒരു സ്പെഷ്യൽ കേസ്. ആ സ്പെഷ്യൽ കേസിൽ, അതായത് മ്യൂ 0 ആകുമ്പോഴും സിഗ്മ 1 ആകുമ്പോഴുള്ള കേസ്, അത് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എക്സ് ഫോളോസ് n01 എന്നാണ്. സോ ആ സ്പെഷ്യൽ കേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഞാൻ പറഞ്ഞല്ലോ നോർമൽ ഡിസ്ട്രിബ്യൂഷന് ഒരുപാട് പ്രത്യേകതകളുണ്ടെന്ന്. അതിൻ്റെ വേറൊരു പ്രോപ്പർട്ടിയാണ് അതിൻ്റെ ടിപ്പിക്കൽ ബെൽ കർവ്. അതായത് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ബെൽ ഷേപ്ഡ് കർവ് കിട്ടും. ആ ബെൽ ഷേപ്ഡ് കർവിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ ഈ കർവിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒന്ന് നോക്കാം. നമുക്ക് കാണാം ഈ കർവ് സിമ്മട്രിക് ആണ്. അസിമെട്രിക് അബൌട്ട് ദാറ്റ് മിഡിൽ ലൈൻ ആണല്ലേ. ആ മിഡിൽ ലൈനിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഡാറ്റ ഡിസ്ട്രിബ്യൂട്ടായി കിടക്കുകയാണ്. ആ മിഡിൽ ലൈൻ എന്ന് പറയുന്നത് മീനാണ്.
സോ മീനിൻ്റെ രണ്ട് വശത്തായിട്ട്, രണ്ട് സൈഡിലായിട്ട് ഡാറ്റ കംപ്ലീറ്റ്ലി ഡിസ്ട്രിബ്യൂട്ടഡായി കിടക്കുകയാണ്. സോ അതൊരു സിമെട്രിക് ഡിസ്ട്രിബ്യൂഷനാണ്, സിമെട്രിക് കർവാണ്. ദെൻ ഇതിൻ്റെ ഏരിയ അണ്ടർ ദി കർവ് എന്ന് പറയുന്ന 1 തന്നെയാണ്. നമുക്കറിയാം ടോട്ടൽ പ്രോബിലിറ്റി എന്ന് പറയുന്ന 1 ആണല്ലോ, അത് കാരണം ഇതിൻ്റെ ഏരിയ അണ്ടർ ദി കർവ് എന്ന് പറയുന്ന 1 തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞു, മീൻ, മീഡിയൻ, മോഡ് മൂന്നും ഈക്വൽ ആണെന്ന്. സോ ഈ കർവിനകത്ത് മീൻ, മീഡിയൻ, മോഡ് മൂന്നും കോയിൻസൈഡ് ചെയ്യും. ആ സെൻട്രൽ ലൈനിൽ തന്നെയാണ് മൂന്നും സിറ്റുവേറ്റ് ചെയ്യുന്നത്. സോ അത് മൂന്നും കോയിൻസൈഡ് ചെയ്യും. ദെൻ അതിൻ്റെ വേറൊരു പ്രോപ്പർട്ടിയാണ്, ഈ കർവിൻ്റെ വേറൊരു പ്രോപ്പർട്ടിയാണ് അതിൻ്റെ അസിംപ്റ്റോട്ടിക് ടെയിൽ. അതായത് ഈ നോർമൽ കർവ് വന്നിട്ട് എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യില്ല ഒരിക്കലും. അത് ഇൻഫിനിറ്റിയിൽ എത്തുമ്പോൾ മാത്രമേ ഈ എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യുള്ളൂ. അതായത് അത് ടെൻസ് ടു ടച്ച്, അപ്രോച്ച് ചെയ്ത് മാത്രമേ ഉള്ളൂ, ടച്ച് ചെയ്യില്ല. സോ അത് കാരണം നമുക്ക് രണ്ട് സൈഡ്സിലും ഓരോ ലെങ്തി ടെയിൽസ് കാണാൻ സാധിക്കും. ആ ലെങ്തി ടെയിൽസ് കവർ ചെയ്യുന്ന ഏരിയ ചെറുതാണെങ്കിലും അവിടെ നമുക്കൊരു ലെങ്തി ടെയിൽ കാണാൻ സാധിക്കും. ആ ടെയിലിനെ വിളിക്കുന്ന പേരാണ് അസിംപ്റ്റോട്ടിക് ടെയിൽ. സോ അതിൻ്റെ വേറൊരു പ്രോപ്പർട്ടിയാണ് ആ അസിംപ്റ്റോട്ടിക് ടെയിൽ. ദെൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ വേറൊരു പ്രത്യേകതയാണ് അത് സ്റ്റാറ്റിസ്റ്റിക്കൽ മൊമെൻറ്റ്സ്. ഒരു മെഷേഴ്സാണ്, സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് ഒരു മെഷറാണ് മൊമെൻറ്റ്സ്. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മൊമെൻറ്റ്സ് തന്നെ പാരാമീറ്റേഴ്സായി വരുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ എക്സാമ്പിളാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അതായത് വൺ ഓഫ് ദി മൊമെൻറ്റ്സ് ആണ് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. അത് രണ്ടും തന്നെ അതിൻ്റെ പാരാമീറ്റേഴ്സായി വരുന്ന ഒരു എക്സാമ്പിളിന് ഒരു ഡിസ്ട്രിബ്യൂഷൻ എക്സാമ്പിളാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഞാൻ ഇതുവരെ പാരാമീറ്റേഴ്സ് എന്താണെന്ന് പറഞ്ഞില്ലായിരുന്നു, വിട്ടുപോയി. ഞാൻ പാരാമീറ്റേഴ്സ് എന്താണെന്ന് ഇപ്പോൾ പറയാം. ഒരു എക്സ്പെരിമെൻ്റ് എടുക്കുമ്പോൾ ആ എക്സ്പെരിമെൻറ്റിൽ വാല്യൂസ് മാറാതെ നിൽക്കുന്ന വേരിയബിൾസിനെ വിളിക്കുന്ന പേരാണ് പാരാമീറ്റേഴ്സ്. അതും റാൻഡം വേരിയബിൾസ് തന്നെയാണ്. ഒരു പർട്ടിക്കുലർ എക്സ്പെരിമെൻറ്റിൽ അതിൻ്റെ വാല്യൂസ് ഒരിക്കലും മാറില്ല. സോ അതിനെ വിളിക്കുന്ന പേരാണ് പാരാമീറ്റേഴ്സ്. നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ എത്രയാണ് പറയാനുള്ളത്. ഇനി നമുക്ക് വേറൊരു ഡിസ്ട്രിബ്യൂഷൻ നോക്കാം, റെക്റ്റാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ. കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. സോ റെക്റ്റാങ്കുലർ ഡിസ്ട്രിബ്യൂഷന് കോൺസ്റ്റൻറ്റ് പ്രോബബിലിറ്റി ആണുള്ളത്. അതിൻ്റെ പ്രോബബിലിറ്റി വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. പ്ലസ് അതുപോലെ തന്നെ അത് രണ്ട് പാരാമീറ്റേഴ്സ്, ഒരു മിനിമം വാല്യൂ, മാക്സിമം വാല്യൂ. എക്സ് അസ്യൂം ചെയ്യുന്ന മിനിമം വാല്യൂ, മാക്സിമം വാല്യൂ, അത് രണ്ടുമാണ് അതിൻ്റെ പാരാമീറ്റേഴ്സ്. സോ നമുക്ക് അതിൻ്റെ PDF നോക്കാം. അതിൻ്റെ PDF അതായത് എക്സിൻ്റെ വാല്യൂ വന്നിട്ട് എക്സ് വന്നിട്ട് AB എന്ന ഇൻ്റർവെലിനകത്തെ വാല്യൂസ് മാത്രമേ അസ്യൂം ചെയ്യത്തുള്ളൂ. സോ AB എന്ന ഇൻ്റർവെലിന് പുറത്തുള്ള ഏത് വാല്യൂസ് എടുത്താലും അവിടുത്തെ പ്രോബബിലിറ്റി വാല്യൂ 0 ആയിട്ട് മാറും. അതാണ് ഈ എക്സ് ലെസ് ദാൻ A എടുക്കുമ്പോഴും എക്സ് ഗ്രേറ്റർ ദാൻ B എടുക്കുമ്പോഴും അവിടുത്തെ പ്രോബബിലിറ്റി വാല്യൂ 0 എന്ന് കാണിച്ചേക്കുന്നത്. അവിടെ പ്രോബബിലിറ്റി എക്സിസ്റ്റ് ചെയ്യില്ല. പകരം ഈ AB എന്ന ഇൻ്റർവെലിനകത്ത് എക്സ് വരുമ്പോൾ അവിടുത്തെ പ്രോബബിലിറ്റി വാല്യൂ എന്ന് പറയുന്നത് P(x) = 1/b-a ആണ്. അതായത് ലോവർ ലിമിറ്റിൻ്റെയും അപ്പർ ലിമിറ്റിൻ്റെയും ഡിഫറൻസിൻ്റെ റെസിപ്രോക്കൽ. അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് അല്ലേ. സോ അത് കാരണമാണ് അവിടുത്തെ പ്രോബബിലിറ്റി കോൺസ്റ്റൻ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. കോൺസ്റ്റൻറ്റ് പ്രോബബിലിറ്റി ആയത് കാരണം അതിന് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കാറുണ്ട്. സോ നമുക്കിനി അതിൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കാം. അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് AB എന്ന ഇൻ്റർവെലിനകത്ത് മാത്രമേ ഈ പ്രോബബിലിറ്റി വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അത് കാരണം AB വരെ മാത്രമേ അത് പ്ലോട്ട് ചെയ്യുന്നുള്ളൂ. ABക്കകത്ത് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അത് കാരണം എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തു. സോ അത് കാരണം ആ പാരലൽ ലൈൻ കിട്ടിയത് കാരണം അവിടെ ഒരു റെക്റ്റാങ്കുലർ ഗ്രാഫ് നമുക്ക് കിട്ടി. അത് കാരണമാണ് അതിനെ റെക്റ്റാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത്. സോ ആ എക്സ് ആക്സിസിന് പാരലായിട്ട് കിട്ടിയ ലൈനിൻ്റെ y വാല്യൂ എന്ന് പറയുന്നത് 1/b-a ആണ്. സോ ഇതാണ് റെക്റ്റാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ. ഇത്രയാണ് റെക്റ്റാങ്കുലർ ഡിസ്ട്രിബ്യൂഷനിൽ പറയാനുള്ളത്. ഇനി നമുക്ക് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻസിനും കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അവയാണ് ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ട്രയാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ, ഗാമ ഡിസ്ട്രിബ്യൂഷൻ, ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ. ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന 2 ടൈപ്പ് ഉണ്ട്, ബീറ്റ ഓഫ് ഫസ്റ്റ് കൈൻഡ്, ബീറ്റ ഓഫ് സെക്കൻഡ് കൈൻഡ്. അങ്ങനെ ബീറ്റ ഓഫ് ഫസ്റ്റ് കൈൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ബീറ്റ ഓഫ് സെക്കൻഡ് കൈൻഡ് ഡിസ്ട്രിബ്യൂഷൻ രണ്ടെണ്ണം ഉണ്ട്. ദെൻ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ, കോഷി ഡിസ്ട്രിബ്യൂഷൻ. ഇതൊക്കെയാണ് കുറച്ച് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിന് എക്സാമ്പിൾസ്. ദെൻ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു എവ്രിവൺ.